Hi students, welcome to Resonance classes. എല്ലാവരും സുഖമായിരിക്കുന്നു? മക്കളൊക്കെ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പൊ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് നമ്മൾ മൊബൈൽ ഫോണിലൂടെ പഠിക്കുക. അന്ന് നിൽക്കുന്ന സബ്ജക്റ്റുകള്, അന്ന് നിൽക്കുന്ന ടോപ്പിക്കുകൾ അന്ന് തന്നെ പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് എക്സാം വരുമ്പോൾ നമുക്ക് ഒട്ടും ഭയമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 9th ക്ലാസ് വിജയകരമായി ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇന്ന് ടീച്ചർ കെമിസ്ട്രി ആണ് എടുക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം 9th ആണ്. 9th കുറച്ച് വലിയ കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 9th വളരെ വൃത്തിയായി, വളരെ ബേസിക് ആയി കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതൊരു 11th നമ്മുടെ +1 ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ നമുക്കറിയാം, നമ്മുടെ വീടിന്റെ ആയാലൊക്കെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ സ്ട്രോങ് ആയിരുന്നാൽ മാത്രമാണ് അതിൽ മുകളിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, ഉറപ്പായിട്ടിരിക്കും. അതിന് മുകളിൽ പറയുന്ന കാര്യങ്ങൾ എന്തായിട്ടിരിക്കും, വളരെ സ്ട്രെങ്ത് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അടിത്തറ നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും, മുകളിൽ എന്ത് വെച്ചാലും അത് എന്ത് ചെയ്യും, വീട് പോകാനുള്ള സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയി, വളരെ ഭംഗിയായി നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ ടീച്ചർ വളരെ വൃത്തിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയി ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ചില പേർക്കൊക്കെ അറിയതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ, അപ്പോൾ എന്തിനാണ് ടീച്ചർ വീണ്ടും വീണ്ടും പറയുന്നതെന്നൊക്കെ തോന്നാം. പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ മക്കളെ. അപ്പൊ അറിയാത്തവരുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ പുതിയ അറിവുകൾ കിട്ടും. അപ്പൊ അതൊക്കെ എന്താണ്, അറിയുന്നത് കുറച്ചും കൂടി ഭംഗിയാക്കി അതിൽ നിങ്ങൾ മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അറിയാത്ത കാര്യങ്ങൾ ഇരുന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒന്നുമല്ല, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്, നമുക്ക് ചുറ്റുമുള്ള മാറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോ എന്താണ് മാറ്റർ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം, നമുക്ക് ചുറ്റും ധാരാളം സാധനങ്ങളുണ്ട് അല്ലെ, ധാരാളം തിങ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളായിക്കോട്ടെ, എനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വുഡ്സ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എനിത്തിങ്, എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ ചുറ്റും അവർക്ക് എന്താണ്, അവർക്ക് ഒരു സ്പേസും അവർക്ക് എന്തുണ്ട്, അവർക്ക് ഒരു ഷേപ്പും ഒക്കെ ഉണ്ട്. അപ്പോ എവിടെ നിന്നാണ് അവർക്ക് അങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയത്, എങ്ങനെയാണ് അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുന്നത്, എങ്ങനെയാണ് അവർ ഇങ്ങനെ ഇത്രയും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കുക, നമുക്ക് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഞാനുണ്ട്, ഈ ക്ലാസ് റൂമിൽ കാര്യം പറയാൻ ഞാനുണ്ട്, ഈ ബോർഡ് ഉണ്ട്, ആ ബോർഡിൽ ഏതാണ് ഉപയോഗിക്കുന്ന പെന്നുണ്ട്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡസ്റ്റർ ഉണ്ട്, ചെയേഴ്സ് കിടക്കുന്നുണ്ട്, ഡെസ്ക് ഉണ്ട്. അപ്പൊ നോക്കുക, ജനലുണ്ട്, ഡോറുണ്ട്. ഇതൊക്കെയാണ് ഈ റൂമില് ഇരിക്കുന്ന സാധനങ്ങൾ. ഇവരെല്ലാം ടീച്ചർ പറയാണ്, ഇവരെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾ കൊണ്ടാണ് എന്ന് ടീച്ചർ പറയണം. എന്താണ്, ഇപ്പൊ ഞാൻ, ഈ ബോർഡ്, ഈ പെൻ, ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ, എല്ലാം എനിത്തിങ്, എല്ലാം എന്താണ്, എല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. എല്ലാത്തിലും മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് കണ്ണാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട്, നാക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കാത്ത ധാരാളം ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിതമാണ് എല്ലാ പദാർത്ഥങ്ങളും, എല്ലാ സബ്സ്റ്റൻസുകളും. അപ്പൊ ടീച്ചർ അതിനു വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കുക, ടീച്ചർ ഒരു കഷ്ണം പേപ്പർ എടുത്തിരിക്കാം. അപ്പൊ ഈ പേപ്പറിന് ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പേപ്പറിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, പേപ്പറിന് എന്താണ്, ഒരു വെയിറ്റ് ഉണ്ട്. പേപ്പർ എടുത്തിരിക്കാം. ഈ പേപ്പറിനെ ടീച്ചർ എന്ത് ചെയ്യാണ്, ആദ്യം 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. അത് 2 കഷ്ണങ്ങളെ ഈക്വൽ പീസ് ആക്കി കട്ട് ചെയ്തു. ദെൻ അതിലൊരു പീസ് എടുത്ത് വീണ്ടും ഈക്വൽ ആക്കി കട്ട് ചെയ്തു. ദെൻ ആ 2 പീസുകളെ വീണ്ടും കട്ട് ചെയ്തു. ദെൻ വീണ്ടും കട്ട് ചെയ്തു, വീണ്ടും കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ 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 ചെറിയ ഒരു ഷേപ്പിലേക്ക് വരും. വളരെ ചെറിയ ഒരു ഷേപ്പിലേക്ക് വരും. വളരെ ചെറിയ, നമുക്ക് കാണാൻ പറ്റാത്ത
ഒരു ഷേപ്പിലേക്ക് വേണമെങ്കിൽ ഇതിനെ എന്താ പീസ് ആക്കി വളരെ മൈന്യൂട്ടാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ അതുപോലെ ആ മൈന്യൂട്ട് കണങ്ങൾ അങ്ങനെ ആ ഉണ്ടാക്കി നമ്മൾ കീറി എടുത്തിട്ടുള്ള ആ ചെറിയ ചെറിയ പീസ് കൊണ്ടാണല്ലോ ഈ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പേപ്പറിൽ എന്താണ്, പേപ്പർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പേപ്പറിന്റെ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്ത് പേപ്പറിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ എന്റെ കാര്യം പറയുമ്പോൾ ടീച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചർ ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണോ, വളരെ ചെറിയ സെല്ലുകൾ കൊണ്ടാണ്. ഓരോ സെല്ലുകളും കൂടി ചേർന്ന് ഒരു ടിഷ്യൂ ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ ടിഷ്യൂസ് കൂടി ചേർന്ന് ഒരു ഓർഗൻ ഉണ്ടാവുന്നു. ആ ഓർഗൻസ് ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു. അങ്ങനെ നമ്മുടെ ബോഡി ഉണ്ടാകുന്നു ആണല്ലോ. അപ്പൊ ആ ബോഡി ഉണ്ടാക്കിയത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. മക്കളെ, അടുത്തത് എന്താണ് മാറ്റർ എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാറ്റർ? Matter is anything which occupies space. മാറ്ററിന്റെ ഒരു ഡെഫിനിഷൻ പറയണം. അപ്പൊ മാറ്റർ എന്താണെന്ന് പഠിച്ചു. ഇനി അതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് കറക്റ്റ് ഡെഫിനിഷൻ? മാറ്റർ ഈസ് എനിത്തിങ് occupies in space. ഒരു സ്പേസിൽ occupy ചെയ്യാൻ and possess a mass. അങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. anything which occupies space സ്പേസിൽ occupy ചെയ്യാണ് and possesses mass ഉള്ളതും അതുപോലെ തന്നെ സ്പേസ് ഇരിക്കാൻ വേണ്ടി സ്ഥലം ആവശ്യമുള്ളതുമായ എന്തുമാകട്ടെ അവരെ നമ്മൾ എന്ന് പറയുന്നു മാറ്റർ എന്ന് പറയുന്നു. അവരെ നമ്മളെ മാറ്റർ എന്ന് പറയും. ഓക്കെ, അവരെ നമ്മളെ മാറ്റർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ടീച്ചർ പറയാണ്, ടീച്ചർ ഈ പെൻ എടുത്തു. ഈ പെന്നിന് ടീച്ചറോട് വെച്ചിരിക്കുകയാണ്. ടീച്ചർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. കയ്യിൽ വെക്കുമ്പോൾ അതെന്ത് ചെയ്യണം, അത് കയ്യിൽ ഇരിക്കുന്നുണ്ട്. അവന് ഇരിക്കാനായിട്ട് ഒരു സ്പേസ് ആവശ്യമാണ്. എന്താണ് മക്കളെ, ഒരു സ്പേസ് ആവശ്യമാണ്. അങ്ങനെ ഇരിക്കാൻ സ്പേസ് ആവശ്യമുള്ള ഇവൻ എന്താണ്, ഇവനൊരു മാറ്റർ അല്ലേ? ഇവനൊരു മാറ്ററാണ്. ഇനി ഞാൻ ടീച്ചർ എന്ന് പറയണേ, ഇതിനെടുത്ത് പൊക്കാണ്. ഇതിനെടുത്ത് പൊക്കുമ്പോൾ എന്താണ്, അവരൊരു ഫോഴ്സ് ടീച്ചർ അപ്ലൈ ചെയ്യണം. അവിടെ എന്തുകൊണ്ടാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്? അതിനൊരു മാസ് ഉണ്ട്. അതിനൊരു എന്താണ് ഡെഫിനിറ്റ് മാസ് ഉണ്ട്. ആ ഒരു ബോഡി വെയിറ്റ് ഉണ്ട് അവന്. അതുകൊണ്ടാണ് ടീച്ചർക്ക് ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് വന്നത്. അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഈ പെന്നിന്റെ കാര്യത്തിൽ, ഈ മാർക്കറിന്റെ കാര്യത്തിൽ ടീച്ചർ പറഞ്ഞപ്പോൾ ഇവന് ഇരിക്കാൻ ഒരു സ്പേസ് ആവശ്യമാണ്. മാത്രമല്ല ഇവന് എന്തുണ്ട്, ഒരു മാസ് ഉണ്ട്. അതുകൊണ്ട് ഇവനൊരു മാറ്റർ ആണ്. Anything which has mass and occupies in a space. ഒരു സ്പേസിൽ ഇരിക്കുന്നതും വെയിറ്റ് മാസ് ഉള്ളതുമായ എനിത്തിങ് അവരെ നമ്മൾ എന്ന് പറയുന്നു മാറ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ടീച്ചർ ഇവിടെ ഇവനെടുത്ത് ടീച്ചർ എന്താണ്, ടീച്ചർ ഈ കൈയിലേക്ക് വെക്കണം. ഇവനെടുത്ത് വേറൊരു പൊസിഷനിലേക്ക് വെക്കുമ്പോ നമുക്കറിയാം അവിടെ ഒരു ഫോഴ്സ് ടീച്ചർ അപ്ലൈ ചെയ്യണം. ഈ ഫോഴ്സിനെ ഓപ്പോസിറ്റിലേക്ക് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും എന്താണ്, ഒരു ഫോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് ഓപ്പോസിറ്റിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോ അതിൽ നമ്മൾ ഫ്രിക്ഷൻ എന്നൊക്കെ പഠിക്കും. നയൻത്തിൽ പഠിക്കും. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് തോന്നില്ല. എന്താണ്, നമ്മൾ ഇവിടെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇവനെന്ത് ചെയ്യുന്നു, അവനെന്താ ഇവിടെ നിന്ന് എനിക്ക് പോകാനായിട്ട് ഇഷ്ടമില്ല. അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് അവൻ ഇരിക്കുകയാണ്, സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയാണ്. ആ സ്റ്റെബിലിറ്റിയിൽ നിന്ന് ടീച്ചർ എന്ത് ചെയ്യണം, അവനെടുത്ത് പൊക്കുകയാണ്. അവനെടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് വെക്കണം. അപ്പൊ അതുവരെ അവന് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. അപ്പൊ ആ സ്റ്റേബിൾ ആയിട്ട് അവിടെ ഇരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് വരാൻ, ആ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ തന്നെ അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അതൊരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് അടുത്തൊരു പോയിന്റ്, മാറ്ററിനെ കുറിച്ചിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ കേട്ടോ മക്കളെ, അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്, ഇറ്റ് ഓഫേഴ്സ് റെസിസ്റ്റൻസ്. എന്താണ് മക്കളെ,
It offers resistance. ഒരു ഓപ്പോസിറ്റ് ഫോഴ്സിനാണ് കേട്ടോ. നമ്മളിപ്പോ എന്താണ് ഇത് പറഞ്ഞു, അവനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ അവിടുന്ന് മാറ്റുമ്പോൾ അവൻ എന്ത് ചെയ്യണം, അവിടെ തന്നെ ഇരിക്കാനായിട്ട് എന്താണ് ആഗ്രഹിക്കുകയാണ്. തന്മൂലം അവൻ എന്താ, അവനൊരു മടി കാണിക്കുന്നു. അവൻ ഇങ്ങോട്ട് തിരിച്ച് ആ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, ഒരു പ്രതിരോധം. ചെയ്യരുത് ഒരു പ്രതിരോധം ഉണ്ടാവാറ്, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മാറ്റർ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ എന്താണ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താ, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ആണ്. നമുക്ക് ചുറ്റുമുള്ള മാറ്ററിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് മാറ്റർ എന്താണെന്നത് ആദ്യം മനസ്സിലാക്കി. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്താണ് എനിത്തിങ് വിച്ച് ഓക്യുപൈസ് സ്പേസ്. എന്താണോ സ്പേസിൽ ഓക്യുപൈ ചെയ്യുന്നത്, and possesses mass ഉള്ളത്, and it offers resistance. അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും ഒന്ന് മനസ്സിലാക്കി ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ടീച്ചർ മാറ്റിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഇത്രയും ഒന്ന് നോട്ട് ചെയ്തോളാം. ഇന്ത്യൻ ഫിലോസഫേഴ്സ്, ഏർലിയർ ആയിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫേഴ്സ് എന്താ പറഞ്ഞിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്നത് എന്താണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം. അതായത് പഞ്ചതത്വ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് നമ്മളെ പഞ്ചതത്വം. അപ്പൊ പഞ്ചതത്വ എന്ന് പറയുന്നത് അഞ്ച് ആൾക്കാര്, 5 തിങ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ആരെന്ന് പറയുന്നത് ബേസിക് എലമെന്റ് ഓഫ് എനിത്തിങ്. ദ ബേസിക് എലമെന്റ് ഓഫ് എനിത്തിങ് ഇൻ എർത്ത്. എർത്തിലുള്ള എല്ലാ തിങ്സിന്റെയും ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ പഞ്ചതത്വമാണ് പറയുന്നത്. എയർ, ഫയർ, സ്കൈ, വാട്ടർ. ഇതാണ് ആ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്, അതോ പഞ്ചതത്വം എന്ന് പറയുന്നത്. ഈ 5 ആൾക്കാർ കൊണ്ടാണ് എവ്രിതിങ് ഇൻ എർത്ത് എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഏർലിയർ ആയിട്ടുള്ള ഫിലോസഫേഴ്സ്, ഇന്ത്യൻ ഫിലോസഫേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏർലിയർ ഗ്രീക്ക് ഫിലോസഫേഴ്സും ഇത് തന്നെയാണ് അവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പഞ്ചതത്വം എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലായാലും മക്കളെ, നമ്മൾ പറയാറില്ലേ ജലം, ഭൂമി, ആകാശം, തീ, അതുപോലെ തന്നെ എന്താണ് ഭൂമി. അത് അവരിലാണ്, അത് ആ 5 ഭൂതങ്ങൾ, ആ 5 ആൾക്കാരിൽ കൊണ്ട് അവരാണ് ദ എലമെന്റ്സ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയും. ഓക്കെ, ഇനി അത് പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് വന്നിരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് വന്നിരുന്നത്. എന്നാൽ മോഡേൺ സയന്റിസ്റ്റുകൾ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്ററിന്റെ ബേസിക്സിലാണ് നമ്മളെ പറയുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. മാറ്ററിന്റെ ബേസിക്സിലാണ് അതിന്റെ സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ മാറ്ററിന്റെ ബേസിസിൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ 2 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിലും, മറ്റൊന്ന് കെമിക്കൽ നേച്ചറിന്റെ ബേസിക്സിലും. അപ്പൊ നമ്മൾ ഈ മാറ്റർ അഥവാ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മാറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 2 മെത്തേഡിലൂടെയാണ്, 2 ബേസിസിലൂടെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലൂടെയും കെമിക്കൽ നേച്ചറിലൂടെയും. അപ്പൊ ഈ ചാപ്റ്ററിലും നമ്മൾ ഇത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ മാറ്ററിനെ കുറിച്ചുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ നേച്ചർ ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കിട്ടിയില്ല മക്കളെ? അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിലെ ഉള്ളിലേക്ക് ഇത്രയും നേരം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ആണ്. അത് നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് കുറേശ്ശെ പഠിച്ചു പോകാം. അതായത് കുറച്ച് തന്നെ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് പഠിച്ചു കിട്ടാനായിട്ട്. NCERT ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ടെസ്റ്റുകൾ വായിച്ചു നോക്കണം കേട്ടോ. അപ്പോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഫസ്റ്റ് ടോപ്പിക് പറയുന്നത് എന്താണ്? ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പോ ഫസ്റ്റ് ടോപ്പിക് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പൊ മാറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എനിത്തിങ് വിച്ച് ഓക്യുപൈ സ്പേസ് ആൻഡ് പോസസ് മാസ്. അവരെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. ഇനി ആ മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോ ഫസ്റ്റ് തന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താ പറയുന്നത് വെച്ചാല് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. മാറ്റർ എന്ന് പറയുന്നത് ചെറിയ കണങ്ങളാൽ നിർമ്മിതമാണ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. അതാണ് ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് മാറ്റർ ഈസ് made up of tiny മാത്രമല്ല പോലെ many tiny particles.
കുറെ ധാരാളം ചെറിയ കണങ്ങളാൽ നിർമ്മിതമാണ് മാറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് എന്താണ് ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പൊ നോക്കുക, നമ്മൾ എനിത്തിങ് എന്ന് പറഞ്ഞു അല്ലെ, എനിത്തിങ് എന്ന് പറയാണ് എനിത്തിങ് വിച്ച് ഹാസ് ഓക്യുപൈഡ് സ്പേസ് ഉള്ളതും അതുപോലെ തന്നെ സ്പേസിൽ ഓക്യുപൈ ചെയ്യുന്നതും മാസമുള്ളതായ ആൾക്കാർ അതുകൊണ്ട് മാറ്റർ എന്ന് പറയുന്നത്. ആ മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, ധാരാളം ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിതമാണ്. അപ്പോ എവറിത്തിങ് നമ്മുടെ അറൗണ്ട് നമ്മുടെ ചുറ്റുമുള്ള എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ. ദാറ്റ് ഈസ് ദ first physical state of matter. Okay, then the second physical state ആണ് അടുത്തത്. Now second physical state, the particles in the matter are constantly moving. എന്ന് പറഞ്ഞു മക്കളെ. ഈ മൗണ്ടെയിൻ അതുപോലെ തന്നെ എന്താണ് ഗ്യാസ്, ഇതെല്ലാം ഇപ്പൊ എന്താണ് ചെറിയ കണങ്ങളാൽ അല്ലെങ്കിൽ ചെറിയ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ആ നിർമ്മിച്ചിരിക്കുന്ന ആ കണങ്ങൾ അഥവാ ആ പാർട്ടിക്കിൾ, ആ ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കില്ല. അവരെന്താണ്, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കോൺസ്റ്റന്റ്ലി മൂവിങ്. ദേ ആർ ഇൻ റാൻഡം മോഷൻ. അവരെപ്പോഴും എങ്ങനെയാണ് റാപ്പിഡ് റാൻഡം മോഷൻ. അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്പേസിൽ മുഴുവൻ എന്ത് ചെയ്യാണ്, അവര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ പറയുന്നത് എന്താണ് ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മാറ്ററിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർ കോൺസ്റ്റന്റ്ലി മൂവിങ്. അവര് കോൺസ്റ്റന്റ്ലി മൂവിങ് ആണ്. അവർ റാപ്പിഡ് ആയിട്ട് ഒരു മോഷനിലായിരിക്കും, അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. സെക്കൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ, തേർഡ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് the particles in the matter are atoms or molecules. ഇതാണ് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞു matter is made up of tiny particles. The particles are constantly moving. എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ പാർട്ടിക്കിൾസ് ആരാവാം? ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മേ ബി ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ്. ഓക്കെ, ആ പാർട്ടിക്കിൾസ് ആറ്റംസോ മോളിക്യൂൾസോ ആവാം. ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചർ പറയുമ്പോ ഇനി ആ പാർട്ടിക്കിൾ എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ. ആറ്റംസ്, മോളിക്യൂൾസ് എന്നുള്ള വേർഡ്സ് നമുക്ക് അവിടെ വന്നു. ആരോന്നു ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്ന് പറയുന്ന വേർഡാണ് വന്നു. ആറ്റംസ് ഓർ മോളിക്യൂൾസ് നോട്ട് ചെയ്ത് വെക്കാം. ആരാണ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്? മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതാണ്. പാർട്ടിക്കിൾ എന്താവാം? ആറ്റംസ് ആവാം അവര്, അല്ലെങ്കിൽ അവർ എന്താവാം? മോളിക്യൂൾസ് ആവാം. ആറ്റംസ് ഓർ മോളിക്യൂൾസ്, ആറ്റംസും ആവാം അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ദീസ് ആർ ദ മെയിൻ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. ഓക്കെ, എഴുതിയിരിക്കുക, നോട്ട് ചെയ്യുക. നമുക്ക് ഇനി ഓരോ ഫിസിക്കൽ സ്റ്റേറ്റും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. ഓക്കെ, വേഗം ഇതൊന്ന് നോട്ട് ചെയ്തോളോ. നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഓക്കെ, നോട്ട് ചെയ്യും. അപ്പോ ഈ ഫസ്റ്റത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് ടീച്ചർ ഒരു എക്സ്പെരിമെന്റ് പറയാണ് മക്കളെ. അപ്പൊ ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ടീച്ചർ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ യെല്ലോ ക്രിസ്റ്റൽ ആണ് കേട്ടോ. ഒരു യെല്ലോ ക്രിസ്റ്റൽ ആണ് എടുത്തിരിക്കുന്നത്. യെല്ലോ കളർ ക്രിസ്റ്റൽ ആണ് എടുത്തിരിക്കുന്നത്. ആ യെല്ലോ കളർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ക്ലിയർ വാട്ടറിലേക്ക് നമ്മൾ സാധാരണ വാട്ടറാണ്, സാധാരണ പച്ചവെള്ളത്തിലേക്ക് ടീച്ചർ ഈ ക്രിസ്റ്റൽ ഇടാൻ പോവാണ്. ഈ രണ്ട് ക്രിസ്റ്റൽ ഇട്ടിട്ട് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇത് ഫസ്റ്റ് ക്രിസ്റ്റൽ ഇട്ടപ്പോ നോക്കുമ്പോണ്ടോ അവിടെ കളറായി. ദെൻ ഇത് രണ്ട് ക്രിസ്റ്റലും കൂടി ടീച്ചർ ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? രണ്ട് ക്രിസ്റ്റലും കൂടി ടീച്ചർ ഇടുകയാണ്. രണ്ട് ക്രിസ്റ്റൽ ഇട്ടിട്ട് ടീച്ചർ ഒന്ന് വെറുതെ എന്ത് ചെയ്യാണ്? അങ്ങനെ സ്റ്റിർ ചെയ്തു. നോക്കൂ, സ്റ്റിർ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു മക്കളെ? സ്റ്റിർ ചെയ്തപ്പോ
ആ ക്രിസ്റ്റൽ മുഴുവൻ എന്തായി? ക്രിസ്റ്റൽ മുഴുവൻ ആ വാട്ടറിലെ സോലുബിൾ ആയി. ക്രിസ്റ്റൽ മുഴുവൻ വാട്ടറിലെ സോലുബിൾ ആയി. ഇനി ആ ക്രിസ്റ്റല് ഒന്ന് നോക്കി നോക്കുക. ആ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് കാണാനേ ഇല്ല. ആ സൊല്യൂഷൻ മുഴുവൻ എന്താക്കി? യെല്ലോ കളറാക്കി മാറ്റി. ഇനി സൊല്യൂഷനിലേക്ക് ഒന്ന് മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിൽ ധാരാളം ചെറിയ പാർട്ടിക്കിൾസ് ആയി മാറിയിരിക്കുന്നു. ധാരാളം ചെറിയ പാർട്ടിക്കിൾസ് ആയി മാറിയിരിക്കുന്നു. ചെറിയ കണങ്ങൾ ടീച്ചർക്ക് കാണാനുണ്ട്. മക്കളെ ശ്രദ്ധിച്ച് നോക്കി നോക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൽ ധാരാളം ചെറിയ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം ഉള്ളതായിട്ട് ടീച്ചർക്ക് ഇങ്ങനെ കാണാനുണ്ട്. ആ ക്ലിയർ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാറി. ആ ക്ലിയർ സൊല്യൂഷൻ മാറി. ഇനി നോക്കുക, ഇതിൽ നിന്ന് കുറച്ച് കളർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടീച്ചർ ഈ ക്ലാസ്സിലേക്ക്, ഈ ക്ലിയർ വേറൊരു ക്ലാസ്സിലേക്ക് ടീച്ചർ ഒഴിക്കുകയാണ്. വേറൊരു ക്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് മക്കളെ. അപ്പോൾ എന്ത് തന്നെയാണ്? അപ്പോഴും ഇതിന്റെ ഈ ഒരു ക്ലാരിറ്റി, ഇവന്റെ ഇവൻ എന്ന് പറയുന്നത് ഡാർക്ക് യെല്ലോ കളറും ഇവനെന്ന് പറയുന്നത് പെയിൽ യെല്ലോ കളറായിട്ട് കിട്ടിയത്. ഇവൻ ഡാർക്ക് യെല്ലോയും ഇവൻ പെയിൽ യെല്ലോ കളറുമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ യെല്ലോ കളറിന്റെ വ്യത്യാസം എന്താ? പെയിൽ യെല്ലോ കളർ മാത്രമാണ് മാറിയിരിക്കുന്നത് അല്ലെ. ആ യെല്ലോ കളർ മാത്രമാണ് മാറിയിരിക്കുന്നത്. പക്ഷെ ബാക്കി ക്യാരക്ടറുകളൊക്കെ എന്തുണ്ട്? അവിടെ അവനുണ്ട്. അപ്പൊ എന്താ? ഇവിടെ നിന്ന് വളരെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമാണ് മക്കളെ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഈ സൊല്യൂഷനിൽ നിന്ന് വളരെ കുറച്ച് പാർട്ടിക്കിൾ ആണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പാർട്ടിക്കിൾ അങ്ങോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് അവിടെ ഒരു പെയിൽ യെല്ലോ കളർ കിട്ടുക. അവിടെ ഒരു പെയിൽ യെല്ലോ കളർ കിട്ടുക. ഇത് ടീച്ചറെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ പറഞ്ഞതാണ്. ടീച്ചർ യെല്ലോ ക്രിസ്റ്റൽ എടുത്തു. ഒരു ചെറിയ ക്ലാസ്സിൽ ടീച്ചർ യെല്ലോ ക്രിസ്റ്റൽ എടുത്തു. എന്ത് ചെയ്തു? അത് മുഴുവൻ ഡിസോൾവ് ആയി. ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ? ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എന്താണ്? അത് മുഴുവൻ ഡിസോൾവ് ആയി. ആ ക്രിസ്റ്റൽ എന്ന് പറയാൻ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡിസോൾവ് ചെയ്തത്? ആ ക്രിസ്റ്റൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ടൈനി പാർട്ടിക്കിൾസ്. The crystal of yellow color is made up of tiny particles. ആ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്, യെല്ലോ കളറിന്റെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എന്താണ്? വളരെ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. അപ്പൊ കിട്ടിയില്ലേ മക്കളെ? അപ്പൊ ഇതാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. എന്താ? ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ പറഞ്ഞത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലത്തെ ആക്ടിവിറ്റി ടീച്ചർ പറഞ്ഞു തരാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലത്തെ ആക്ടിവിറ്റി ടീച്ചർ പറഞ്ഞു തരാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബീക്കർ എടുത്തു. 100 ml ബീക്കറാണ്. 100 ml ബീക്കർ. 100 ml ഒരു ബീക്കറില് ഇതിന് 100 ml എന്ത് ചെയ്യണം? 100 ml വാട്ടർ എടുത്തു. 100 ml വാട്ടർ എടുത്തു. ഈ 100 ml വാട്ടറിലേക്ക് ടീച്ചർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 100 ml വാട്ടറിലേക്ക് കുറച്ച് KMNO4 ഇട്ട് കൊടുത്തു. എന്താണ് മക്കളെ? KMNO4. എന്താണ് മക്കളെ? KMNO4. എന്താണ് KMNO4 എന്ന് പറയുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എടുത്തു. ആക്ടിവിറ്റി 1 ആണല്ലോ. എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവനൊരു വയലറ്റ് കളറാണ്. അപ്പൊ സാധാരണ എന്താ? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽ ആണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ആ ക്രിസ്റ്റൽ എന്ത് ചെയ്തു? ക്രിസ്റ്റൽ മുഴുവൻ ഇതിനുള്ളിൽ എന്ത് ചെയ്തു? ഡിസോൾവ് ആയി. അങ്ങനെ എന്താന്ന് വെച്ചാല് ഇവിടെ മുഴുവൻ എന്ത് കിട്ടി? ഇവിടെ മുഴുവൻ എന്താണ്? നിറച്ച് ക്രിസ്റ്റലുകൾ ഇതിനുള്ളിൽ ഇങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസ് ധാരാളം ഇതിനുള്ളിൽ ഇങ്ങനെ നിറഞ്ഞു കൊടുക്കും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ ധാരാളം ഇതിനുള്ളിൽ നിറഞ്ഞു വന്നു. അതായത് ഡാർക്ക് വയലറ്റ് കളർ കിട്ടി. എന്ത് കിട്ടി മക്കളെ? ഡാർക്ക് വയലറ്റ് കളർ കിട്ടി. ഇനി ഇതിന് ടീച്ചർ എന്താണ് അടുത്ത് നമ്മൾ ഇതിൽ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വീണ്ടും ഇതിനെന്ത് ചെയ്യാണ്? ഒരു 100 ml ബീക്കർ എടുത്തിട്ട് അതില് എന്ത് ചെയ്യാണ്? 90 ml വാട്ടർ എടുത്തിരിക്കാം. 90 ml ക്ലിയർ വാട്ടർ എടുത്തേക്കാണ്. 90 ml ക്ലിയർ വാട്ടർ എടുത്തിട്ട് ഇതിന് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒരു 10 ml ഈ സൊല്യൂഷൻ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ്. 10 ml ഫസ്റ്റ് ബീക്കറിലുള്ള സൊല്യൂഷൻ ഒരു 10 ml ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ 10 ml ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ എന്താണ്?
കുറച്ച് ഇതിലുള്ള അത്രയും KMnO4ന്റെ ക്രിസ്റ്റൽസ് ഇങ്ങനെ വരില്ല, അത്രയും പാർട്ടിക്കിൾസിൽ വരില്ലല്ലോ, കുറച്ച് പാർട്ടിക്കിൾസ് വരുള്ളൂ മക്കളെ, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് ഇതിൽ വരുള്ളൂ, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് ഇതിലേ വരുള്ളൂ. ഇനി പിന്നീട് വീണ്ടും എന്താണ് ആ സൊല്യൂഷനിൽ വീണ്ടും എന്താണ് ഒരു 100 ml സൊല്യൂഷൻ എടുത്തു. ഈ 100 ml ബീക്കറിൽ വീണ്ടും എന്താണ് 90 ml 100 ml ബീക്കറിലേക്ക് 90 ml വാട്ടർ ഉണ്ട്. 90 ml വാട്ടറിന് വീണ്ടും ഇതിന് എന്താണ് ഒരു 10 ml ഈ സൊല്യൂഷൻ, 10 ml ഈ സൊല്യൂഷൻ അതിലേക്ക് വയ്ക്കണം, 10 ml ഈ സൊല്യൂഷൻ അതിലേക്ക് വയ്ക്കണം. അപ്പോ എന്ത് ചെയ്യും, ഇതിൽ വളരെ മൈന്യൂട്ട്, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ സൊല്യൂഷൻ ഇങ്ങനെ ഉണ്ടാക്കി, എന്താണ് KMnO4ന്റെ എന്താണ് സൊല്യൂഷൻ അവർ ഉണ്ടാക്കി. അപ്പൊ ഫസ്റ്റ് കണ്ടീഷനിലെ ഡാർക്ക് വയലറ്റ് കിട്ടി. പിന്നെ എന്താണ് ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു എന്താണ് പെയിൽ വയലറ്റ് കളർ കിട്ടി, ഒരു പെയിൽ വയലറ്റ് ആയി മാറി, പെയിൽ ആയിട്ടുള്ള വയലറ്റ് ആയി മാറി. പിന്നെ എന്തായി മാറിയത്, പെയിൽ പർപ്പിൾ കളർ ആയിട്ട് മാറി, ഒരു പെയിൽ പർപ്പിൾ കളർ ആയിട്ട് മാറി. അതായത് ഇവിടുത്തെ ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ നിന്നുള്ള വളരെ കുറച്ച്, ഇവിടെ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ടാകും, ഇവിടെ ധാരാളം KMnO4 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു ഈ സൊല്യൂഷനിൽ, ധാരാളം KMnO4 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില്. അതിൽ നിന്ന് ഇവിടേക്ക് പോയത് എന്താ, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് ആണ്, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമാണ് ഇതിലേക്ക് പോയത്, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് ആണ്, അവിടെ ഇവിടെ മാത്രം കുറച്ച് പാർട്ടിക്കിൾസ് ആണ് ഇങ്ങോട്ട് പോയത്. അതിൽ നിന്നൊരു 10 ml അങ്ങോട്ട് പോയപ്പോ എന്താ, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് ആണ് പോയത്. പക്ഷേ എന്താണ് ആ KMnO4ന്റെ വയലറ്റ് കളർ എന്ന് പറയുന്നതിന്റെ എന്താണ് ബ്രൈറ്റ്നെസ്, ആ ഡാർക്ക് കളർനെസ് മാത്രമാണ്, അവിടെ ആ കളർ മാത്രമാണ് കുറഞ്ഞു പോയത്. പക്ഷെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലാതെ ആയോ, അല്ല. ഇതിലെന്താ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെയാണ് ഈ 3 സൊല്യൂഷനുള്ളത്. ഇതും പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ്, ഇതും പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ്, ഇതും പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ്. പക്ഷേ ഇതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനേക്കാളും കുറവാണ് രണ്ടാമത്തെ ബീക്കറിലുള്ളത്, അതിനേക്കാൾ കുറവാണ് ഇവന്റേലുള്ളത്. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുന്നത് മൂലം ഇവന്റെ ആ ഡാർക്ക് കളർ എന്ത് സംഭവിക്കുന്നു, കുറവായി വരുന്നു, ഡാർക്ക് കളർ കുറഞ്ഞു വരുന്നു. ഇനി ബീക്കർ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഫെയിൽ ആയിട്ടുള്ള വീണ്ടും ഫെയ്ഡ് ആയി വരുന്നു. അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, the matter is made up of tiny particles, the matter which is made up of tiny particles, അപ്പോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് 2 ക്രിസ്റ്റൽസ് നമ്മൾ ഇട്ടപ്പോ ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്, ദാറ്റ് ഈസ് ആ മൈന്യൂട്ട് മോളിക്യൂൾസ് കൊണ്ടാണ്, മൈന്യൂട്ട് ആറ്റംസ് കൊണ്ടാണ്. അപ്പൊ മോളിക്യൂൾസ് എന്നോ ആറ്റംസ് എന്നോ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മൈന്യൂട്ട് മോളിക്യൂൾസ് കൊണ്ടാണ് ആര് നിർമ്മിച്ചിരിക്കുന്നത്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ക്രിസ്റ്റൽ ആണ് മൊത്തമായി ഈ ബീക്കറിലേക്ക് എന്ത് വന്നത്, ഈ ബീക്കറിൽ മുഴുവനായിട്ടും എന്തായത് കളർ കൊടുത്തത്. അപ്പൊ കിട്ടിയല്ലോ. അപ്പോ എന്താണ് ഒരു ഒബ്സർവേഷൻ നമുക്ക് കിട്ടി. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, the matter is made up of tiny particles. ഇതാണ് ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റിന്റെ എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ്. അപ്പോ ഫസ്റ്റ് എക്സ്പെരിമെന്റ് എന്ത് ചെയ്യാനാണ്, ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഒന്ന് കുറച്ചും കൂടി ഭംഗിയായി കാണാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാനും അതുപോലെ തന്നെ ആ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അറിയാനും വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്, ആ ഒരു കൺസെപ്റ്റ് എത്താൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസും 6 ബീക്കറിൽ പ്യുവർ വാട്ടറുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 6 ബീക്കറിൽ പ്യുവർ വാട്ടറും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ട് കണ്ടോ, 6 ബീക്കർ വാട്ടറും എടുത്തിട്ടുണ്ട്. ഇതിൽ
കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഒന്നാമത്തെ ബീക്കറിൽ വളരെ ഡിസോൾവ് ആകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിർ ചെയ്യണം. ഇങ്ങനെ സ്റ്റിർ ചെയ്ത് നോക്കുമ്പോൾ നോക്കൂ, ആ സൊല്യൂഷൻ ഫസ്റ്റ് ബീക്കറിലെ വാട്ടർ എന്ത് കളറായി മാറി, ഒരു ഡാർക്ക് വയലറ്റ് കളറായി മാറിയിരിക്കുകയാണ്. ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ഡാർക്ക് കളർ കൊടുത്തിരിക്കുകയാണ്. ഇനി ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫസ്റ്റ് സൊല്യൂഷൻ, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ആ ഡാർക്ക് സൊല്യൂഷനിൽ നിന്ന് ഒന്നാമത്തെ ബീക്കറിലെ ഡാർക്ക് സൊല്യൂഷൻ 40 ml ഒരു സിറിഞ്ചിൽ കളക്ട് ചെയ്യുകയാണ്. 40 ml പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ സിറിഞ്ചിൽ കളക്ട് ചെയ്തിട്ട് നമ്മളത് രണ്ടാമത്തെ ബീക്കറിലേക്ക് മെല്ലെ ഡിസോൾവ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ബീക്കറിൽ കണ്ടോ, രണ്ടാമത്തെ ബീക്കറിലേക്ക് ഡിസോൾവ് ചെയ്യിച്ചു, കംപ്ലീറ്റ് ആയിട്ട് 40 ml ആഡ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ബീക്കറിലെ സൊല്യൂഷനും എന്ത് കളർ തന്നെയാണ് മക്കളെ, വയലറ്റ് കളർ സൊല്യൂഷൻ തന്നെയാണ് കിട്ടിയത്. നന്നായി ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ ഭാഗത്തും കളർ എത്താൻ വേണ്ടി നമ്മൾ നന്നായി സ്റ്റിർ ചെയ്യുന്നു. ഇനി ആ രണ്ടാമത്തെ ബീക്കറിലെ സൊല്യൂഷനും നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് 40 ml സെയിം അളവ് തന്നെ, ആ 40 ml എന്ന് പറയുന്ന ആ സെയിം അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ബീക്കറിലേക്കും ഡിസോൾവ് ചെയ്യിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ഡിസോൾവ് ചെയ്യിപ്പിച്ചു, അപ്പോഴും എന്താണ് ഒരു വയലറ്റ് കളർ കിട്ടി. ഇതേ എക്സ്പെരിമെൻറ്റ് തന്നെ നമ്മൾ 4, 5, 6 ബീക്കറുകളിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. 4, 5, 6 ബീക്കറുകളിൽ നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തപ്പോൾ കണ്ടോ മക്കളെ, എന്താ ഉണ്ടായത്, ഫസ്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ നിന്ന് അവസാനത്തെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെ വയലറ്റ് കളറിനെ എന്ത് ചെയ്യുന്നു, ഫെയ്ഡ് ആകുന്നു. ഡാർക്ക് വയലറ്റ് കളറിൽ നിന്ന് പെയിൽ പർപ്പിൾ കളർ അല്ലെങ്കിൽ പെയിൽ വയലറ്റ് കളറിലേക്ക് മാറുന്നു. എന്താണ് ഇവിടെ ഉണ്ടാകുന്നത് വെച്ചാൽ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബ്രേക്ക് ചെയ്തിട്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് ബ്രേക്ക് ചെയ്തിട്ട് എന്തുണ്ടാവണം, അവൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറാണ്. അങ്ങനെ ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആണ് മക്കളെ എന്ത് ചെയ്യുന്നത്, ആ വാട്ടറിൽ നല്ല രീതിയിൽ ഡിസോൾവ് ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഡിസോൾവ് ചെയ്തത് കൊണ്ടാണ് ആ വാട്ടറിൽ ഈ 6 ബീക്കറിൽ വെള്ളത്തിനും വാട്ടറിനെയും ആ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വയലറ്റ് കളർ കിട്ടിയത്. എന്നാൽ ഫസ്റ്റത്തെ ബീക്കറിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ധാരാളമുണ്ട്. ആ കുറേ മെനി ടൈനി പാർട്ടിക്കിൾസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കണ്ടെയ്ൻസ് ഇൻ ദ ഫസ്റ്റ് ബീക്കർ. ദെൻ സെക്കൻഡ് ബീക്കറിലേക്ക് വരുമ്പോൾ അതിൻ്റെ എന്താണ്, ദ നമ്പർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, ഡിഗ്രീസ് ആയി വരികയാണ്. അങ്ങനെ ഡിഗ്രീസ് ആയി വരുമ്പോൾ മൂന്നാമത്തേലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡിഗ്രീസ് ആയി പാർട്ടിക്കിൾ, പിന്നെ വരുമ്പോൾ ഡിഗ്രീസ് ആയി. 6ാമത്തെ ബീക്കറിലേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ ബീക്കറിൽ നിന്നും വളരെ കുറച്ച് മാത്രമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പാർട്ടിക്കിൾ ഉള്ളത്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കുറച്ച് ക്രിസ്റ്റൽസിലും എന്താണ് ഉണ്ടാവുന്നത്, ധാരാളം ടൈനി പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഫറൻസ് നമുക്ക് എന്താണ് കിട്ടിയത്, ഇതിൻ്റെ ഇൻഫറൻസ് എന്ന് പറയുന്നതും എന്താണ്, ദ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദ മാറ്റർ വിച്ച് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ എന്നാണ് കിട്ടിയത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഈ ഒരു ചെറിയ ക്രിസ്റ്റലിലും ധാരാളം ടൈനി പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടീച്ചർ. ആ ഒരു കളറിൻ്റെ വേരിയേഷൻ നല്ല ഭംഗിയിൽ നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനൊരു വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് പറയാം, ടീച്ചർ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോ രണ്ടാമത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് പറയുന്നത് എന്താണ്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ കോൺസ്റ്റന്റ്ലി മൂവിങ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ്ലി മൂവിങ് എന്ന് പറയുന്നതിന് മുമ്പ് ടീച്ചർ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. സയന്റിസ്റ്റിന്റെ പേര് റോബർട്ട് ബ്രൗൺ ആണ്. എന്താണ് മക്കളെ, റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ബീക്കറില് കുറച്ച് വാട്ടർ എടുത്തു. എന്നിട്ട് ആ വാട്ടറിലേക്ക് അദ്ദേഹം കുറച്ച് പൊളൻ ഗ്രെയിൻസ് എടുത്തു. എന്താണ് മക്കളെ, പൊളൻ ഗ്രെയിൻസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പൊളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ ഹിബിസ്കസ് ചെടികൾ കണ്ടിട്ടില്ലേ, നീളത്തിലുള്ള ഒരു തണ്ടിന് ചുറ്റും ഇങ്ങനെ നീളത്തിലുള്ള ഒരു തണ്ട് അവിടെ ഇങ്ങനെ 3 നട്ടിട്ടുണ്ടാവും. പിന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ യെല്ലോ കളറിലെ കണ്ടിട്ടില്ലേ,
അതാണ് നമ്മൾ കൊല്ലം ഗ്രെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഫെർട്ടിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷന് വേണ്ടി എടുക്കുന്നതാണ് പരാഗരേണുക്കൾ എന്നൊക്കെ നമ്മൾ അതിന്റെ മലയാളത്തിൽ പറയും. അപ്പൊ അതാണ് കൊല്ലം ഗ്രെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഈ കൊല്ലം ഗ്രെയിൻസിനെ കുറച്ച് കളക്ട് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ വാട്ടർ സൊല്യൂഷനിലേക്ക് ഇടും, ഈ വാട്ടറിലേക്ക്. എന്നിട്ട് അപ്പൊ വാട്ടറിലേക്ക് എത്തിയപ്പോൾ നമുക്കറിയാം ഈ കൊല്ലം ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഈ വാട്ടറിൽ തന്നെ എന്ത് ചെയ്തു, വാട്ടറിൽ മുഴുവൻ ഈ കൊല്ലം ഗ്രെയിൻസ് എന്ത് ചെയ്തു, മുഴുവൻ ഡിസോൾവ് ആയി ഇങ്ങനെ കിടന്നു. കൊല്ലം ഗ്രെയിൻസ് മുഴുവൻ ഇതില് ഡിസോൾവ് ആക്കി അറിയണം. ഡിസോൾവ് അല്ല, പാർട്ടിക്കിൾസ് മുഴുവൻ അതില് ആ വാട്ടറിനുള്ളിൽ തന്നെ മൊത്തം ഇങ്ങനെ കലങ്ങി കിടന്നു, കലങ്ങി ഡിസോൾവ് ആയി കിടന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു മൈക്രോസ്കോപ്പ് എടുത്തിട്ട് അതിനൊന്ന് എന്ത് ചെയ്ത് നോക്കി, എന്താണ് ഈ സൊല്യൂഷൻ്റെ ഉള്ളിൽ ഇപ്പൊ ചെയ്യുന്നത്, എന്താണ് ഈ സൊല്യൂഷൻ്റെ ഉള്ളിൽ നടക്കണേന്ന് അറിയാൻ വേണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കി. അങ്ങനെ ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ കിടന്ന് മൂവിങ് ആണ്. അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കിടന്ന എല്ലാ പാർട്ടിക്കിൾസും അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കണം, എല്ലാവരും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് മൂവ് ചെയ്തോണ്ടിരിക്കണം, കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യാറുള്ളത് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. അപ്പോ അദ്ദേഹം ആ മൂവ്മെന്റിനെ എന്ത് പേരിട്ടു, ബ്രൗണിയാൻ മൂവ്മെന്റ്. ബ്രൗണിയാൻ മൂവ്മെന്റ് എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. അതായത് സിക്സ് ആക്ട് മോഷൻ ആണ്. സിക്സ് ആക്ട് മോഷൻ അങ്ങോട്ട് ഇറഗുലർലി മൂവ് ചെയ്യാണ്. ഇറഗുലർ മൂവ്മെന്റ് ഓഫ് എന്താണ്, പാർട്ടിക്കിൾസ്. ഇറഗുലർ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബ്രൗണിയാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ കൊല്ലം ഗ്രെയിൻസ് ആ വാട്ടറിനുള്ളിൽ എങ്ങനെയാണ് ഇറഗുലർലി മൂവ് ചെയ്യാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ആ മൂവ്മെന്റിന് അദ്ദേഹം എന്ന് പറഞ്ഞു ബ്രൗണിയാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു മക്കളെ, ബ്രൗണിയാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇറഗുലർ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇറഗുലർ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. റെഗുലർ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ബ്രൗണിയാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് അദ്ദേഹം ചെയ്തത് ആ ബ്രൗണിയാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോ എന്ത് മനസ്സിലായി, ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി മക്കളെ, the particles of matter are continuously അല്ലെങ്കിൽ constantly moving. കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. കണ്ടിന്യൂസ്ലി മൂവിങ് എന്ന് പറയുന്നതിന് ആരാണ്, റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് എന്താണ് ഒരു തെളിവ് തന്നിട്ടുണ്ട്. ഓക്കെ, the existence of Brownian movement അഥവാ Brownian motion given two conclusions. രണ്ട് കൺക്ലൂഷൻസ് ആണ് നമുക്ക് തന്നത്. two conclusions ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് the matter is made up of tiny particles. അത് അദ്ദേഹം പറഞ്ഞു എന്താണ്, matter is made up of tiny particles. ടൈനി പാർട്ടിക്കിൾ ആണ്. എന്താണ് ആ കൊല്ലം ഗ്രെയിൻസ് എന്ന് പറയുന്നത് മുഴുവൻ എന്താണ് അതിലെ ചെറിയ ചെറിയ കണങ്ങളായിട്ടാണ് അദ്ദേഹത്തിന് അതിന് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് എന്താണ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ എന്ന് അദ്ദേഹം ഒരു കൺക്ലൂഷൻ പറഞ്ഞു. സെക്കൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the particles of matter is constantly moving. The particles of matter continuously moving. ഈ രണ്ട് പ്രോപ്പർട്ടി ആണ്, ഈ രണ്ട് കൺക്ലൂഷൻ ആണ് ഈ ബ്രൗണിയാൻ മൂവ്മെന്റിലൂടെ റോബർട്ട് ബ്രൗൺ നമുക്ക് തന്നത്. ഓക്കെ, ടൈനി പാർട്ടിക്കിൾ ആണ്, അത് ഓൾറെഡി നമ്മൾ പഠിച്ചു മാറ്ററിന്റെ കാര്യത്തില്. പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു, ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്, കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റാപ്പിഡ് റാൻഡം മോഷൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രൗണിയാൻ മൂവ്മെന്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റി, പാർട്ടിക്കിൾ ഓഫ് മാറ്റർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്ന് പറയാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ മക്കളെ ഒരു എക്സ്പെരിമെന്റ് കൂടെ ടീച്ചർ പറഞ്ഞു തരാണ്. ഒരു എക്സ്പെരിമെന്റ് കാണിക്കാനായിട്ട് ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു അളവിലാണ് നിൽക്കുന്നത്. ആണല്ലോ മക്കളെ, ഇതാണ് ആ ഒരു വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചർ. ഈ ഒരു എന്താണ് ഒരു ബ്ലൂ മാർക്കറോട് ടീച്ചർ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ യെല്ലോ ക്രിസ്റ്റല് ടീച്ചർ എന്ത് ചെയ്യണം, കുറച്ച് ഇതിലേക്ക് ഇട്ട് ഒന്ന് സ്റ്റിർ ചെയ്യാം. സ്റ്റിർ ചെയ്യാണ് മക്കളെ. നോക്കി നോക്കൂ, ഈ അളവിന് എന്തെങ്കിലും വ്യത്യാസം വന്നു. നമ്മള്
മാർക്ക് ചെയ്ത അളവിന് എന്തെങ്കിലും വ്യത്യാസം ആ അളവിൽ നിന്ന് ഈ വെള്ളം എങ്ങനെ കൂടിയോ? ഇതിപ്പോ കിടന്ന് ആടുന്നുണ്ട് മക്കളെ, ടീച്ചർ പിടിച്ചിരിക്കുന്ന ആളുണ്ട്, നിങ്ങൾക്ക് ക്യാമറയ്ക്ക് പൊക്കി പിടിച്ചിരിക്കുന്ന ആളുകൊണ്ടാണ്. ഇപ്പൊ നോക്കുക എന്താണ് മക്കളെ ഉണ്ടായത്. ഇപ്പൊ നോക്കുക ആ ഒരു അളവില് അതുമാതിരി തന്നെ ആ അളവിൽ തന്നെയാണ് ഈ വാട്ടറിന്റെ നിൽക്കുന്നത് അല്ലെ. വാട്ടർ ലെവൽ നിൽക്കുന്നത് കറക്റ്റ് ആ ഒരു ബ്ലൂ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ക്രിസ്റ്റൽസ് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടായില്ല, ആ ഒരു ആ ഒരു ലൈനിൽ നിന്ന് മുകളിലേക്ക് പോയില്ല, ആ ഒരു ലൈനിൽ നിന്ന് മുകളിലേക്ക് പോയില്ല. അപ്പൊ അത് ഞാൻ പറയുന്നത് ഇവിടെ എന്തായാലും ടീച്ചർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. എന്ത് ചെയ്തു, നമ്മളൊരു ബീക്കർ എടുത്തു അല്ലെ, ബീക്കർ എടുത്തു. ഈ ബീക്കറിലേക്ക് എന്താണ് ഈ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു. ഈ ഒരു ലെവലില് വാട്ടർ ആഡ് ചെയ്തു. ഈ ലെവലില് വാട്ടർ ആഡ് ചെയ്തിട്ട് ടീച്ചർ ആയിരിക്കും എന്താണ് കുറച്ച് ഒരു യെല്ലോ ക്രിസ്റ്റൽസ് ഇട്ട് കൊടുത്തു. ക്രിസ്റ്റലിന് പകരം നമ്മളിപ്പോ എന്ത് ചെയ്ത് കൊടുത്തു, സോൾട്ട് ഇട്ട് കൊടുത്തു. സോൾട്ട് ഇട്ട് കൊടുത്തു നേരിട്ട്. ഈ സോൾട്ട് ഇട്ട് കൊടുത്തപ്പോ സോൾട്ട് ഇതിൽ വീണു. സോൾട്ട് ഇതിൽ എന്ത് ചെയ്തു, ധാരാളം സോൾട്ട് സൊല്യൂഷൻ ഇതിൽ ഡിസോൾവ് ആയി. ഓക്കെ, പക്ഷെ ഈ ഒരു അളവിൽ നിന്ന് എന്താണ് ഇവിടേക്ക് സോൾട്ട് ഇട്ട് കൊടുത്തപ്പോ ഈ ഒരു അളവിൽ നിന്ന് എന്ത് ചെയ്തില്ല, ഈ സോൾട്ട് സൊല്യൂഷനെ കൂടിയില്ല. അപ്പോൾ എന്ത് തന്നെയാണ്, അതേ അളവിൽ തന്നെയാണ് സോൾട്ട് ഇട്ട് കൊടുത്തപ്പോൾ എങ്ങനെയാണ് നമ്മള് എന്താണ് ഒരു ബീക്കർ എടുത്തിട്ട് ഈ ഒരു അളവിലായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളിൽ എന്താണ് വാട്ടർ എടുത്തു. വാട്ടർ എടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഈ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തപ്പോ എന്ത് ചെയ്തു, അതേ ലെവലിൽ തന്നെയാണ് മക്കൾ നിൽക്കുന്നത്. എന്താണ് ഇത് കുറച്ച് ഇറക്കി വെക്കണം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതേ ബീക്കർ തന്നെയാണ്, സൈസ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ടീച്ചർ വരച്ചപ്പോ നോക്കുക അതേ അളവിൽ തന്നെയാണ് എന്ത് ചെയ്തത്, വെള്ളം നിന്നത്. അതേ അളവിൽ തന്നെയാണ് വാട്ടർ നിന്നത്. അപ്പൊ ഇതിന് എന്താ മനസ്സിലാക്കുന്നത്, ആക്ച്വലി ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യുമ്പോ, കുറച്ചും കൂടി ക്രിസ്റ്റലായിട്ട് ആഡ് ചെയ്തപ്പോ, സോൾട്ട് ആഡ് ചെയ്യുമ്പോ ആക്ച്വലി എന്തുണ്ടാവണമായിരുന്നു, ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെ മാറുന്നായിരുന്നു അല്ലെ. ആ ലെവൽ അവിടെ നിന്ന് വെള്ളത്തിന് അവിടെ എന്ത് സംഭവിക്കുന്നു, വെള്ളം കുറച്ച് പൊന്തണമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് മക്കളെ അവിടെ ആ വെള്ളം എന്ത് ചെയ്യുന്നത്, അതിന്റെ ലെവല് വിട്ടിട്ട് നമ്മൾ വരച്ചിരുന്ന ലെവല് വിട്ടിട്ട് ഉയരാറുണ്ട്? എന്തുകൊണ്ടാണ് റൈസ് ആവാഞ്ഞത്? ആ ഒരു ക്വാണ്ടിറ്റിക്ക് എന്തുകൊണ്ടാണ് വ്യത്യാസം വരാഞ്ഞത്? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ ഉള്ളിൽ, ഇവിടെ വാട്ടർ ഉണ്ടല്ലോ, ഈ വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിൽ, ആ വാട്ടറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ, വാട്ടർ കണികളുടെ ഇടയിൽ, വാട്ടർ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ധാരാളം സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്കാണ് മക്കളെ ആര് കയറിയിരുന്നത്, ആ സ്പേസിലേക്കാണ് നമ്മുടെ ഈ സോൾട്ടിന്റെ കണങ്ങൾ കയറിയിരുന്നത്, സോൾട്ട് പാർട്ടിക്കിൾസ് കയറിയിരുന്നത്. ആ സ്പേസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ റൈസ് ഉണ്ടാവാൻ, ആ ഒരു വാട്ടർ ലെവലിന് റൈസ് ഉണ്ടാവാനത്. കിട്ടിയോ മക്കളെ? അതാണ് കണ്ടീഷൻ. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളൊരു ബുക്ക് വെക്കാന്ന് വിചാരിക്കുക. ഒരു ബുക്ക് വെക്കാണ്, നമുക്ക് ഡെസ്ക് ഉണ്ട്, ഡെസ്കുമേ ബുക്ക് വെക്കാനായിട്ട് പരത്തി വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ഡെസ്കുമേ എന്താ ഇങ്ങനെയാണ് ഓരോ ബുക്ക് വെക്കുകയാണെങ്കിൽ ആ സ്പേസ് അനുസരിച്ച് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെ ആ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മുകളിലേക്കാണ് ബുക്ക് വെച്ചോണ്ടിരിക്കുക അല്ലെ, മുകളിലേക്കാണ് ബുക്ക് വെച്ചോണ്ടിരിക്കുക. അങ്ങനെ മുകളിലേക്ക് ബുക്ക് വെക്കുമ്പോൾ എന്തുണ്ടാവുക, മുകളിലേക്ക് എന്തുണ്ടായി, മുകളിലേക്ക് വലുതായി വന്നു. മുകളിലേക്ക് അതിന്റെ ലെങ്ത് കൂടി വരാനായിട്ട് പറ്റും. മുകളിൽ വെക്കുമ്പോൾ ലെങ്ത് കൂടി വരാനായിട്ട് പറ്റും. ഇനി ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ, അത് ഇറക്കി വെക്കാൻ, ആ സ്പേസിലൊക്കെ ബുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ വാട്ടറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിലാണ് ഈ സോൾട്ട് മുഴുവൻ കയറിയത്. ഇപ്പൊ നമ്മൾ കാണിച്ച പോലെ ഇവിടെ എന്താണ്, ഇവിടെ എടുത്ത ക്ലിയർ സൊല്യൂഷന്റെ ഉള്ളിൽ എന്താണ്, സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിലേക്കാണ് ആ യെല്ലോ ക്രിസ്റ്റൽസ് കയറിയിരുന്നത്. അതുകൊണ്ടാണ് ആ വാട്ടറിനെ എന്ത് സംഭവിക്കുന്നത്, ആ വാട്ടറിന്റെ ആ ബ്ലൂ ലെവൽ വിട്ടിട്ട് വാട്ടർ റൈസ് ചെയ്യാറുണ്ട്. കിട്ടിയില്ലേ മക്കളെ, റൈസ് ചെയ്യാറുണ്ട്, കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് കണ്ടീഷൻ. അപ്പൊ എന്ത് നമ്മൾ കിട്ടി, അതിന്റെ കൺക്ലൂഷൻ എന്താണ്, ഈ ഒരു എക്സ്പെരിമെന്റ് കൺക്ലൂഷൻ എന്താണ്? The particles of matter have space between them. The particles of matter have space between them. So between എന്നാണ് ബി ബാർ ഡബ്ല്യു ചെയ്യുന്നത്, between എന്നാണ് ഷോർട്ട് ആക്കി എഴുതിയതാണ്. The particles of matter have space between them. ഓക്കെ മക്കളെ, അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ സ്പേസിലേക്കാണ് ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്, സ്പേസിലേക്കാണ് പാർട്ടിക്കിൾസ് കയറി ഇരുന്നത്. അതാണ് ഈ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാം, ടീച്ചർ നോക്കട്ടെ, ടീച്ചറിന് ഒരു എക്സ്പെരിമെന്റ് കൂടി ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അഗർബത്തീസ് കണ്ടിട്ടില്ലേ? അഗർബത്തീസ് നല്ല സ്മെല്ലാണ് അല്ലെ, ഡിഫറെന്റ് സ്മെല്ലിലുള്ള അഗർബത്തീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ. അപ്പോ അതില് ഒരു 2 അഗർബത്തീസ് എടുക്കാണ് ടീച്ചർ. ആ 2 അഗർബത്തീസ് എടുത്തിട്ട് ഒരു റൂമില് ടീച്ചർ എന്ത് ചെയ്തു, അഗർബത്തീസ് ലൈറ്റ് ചെയ്ത് വെച്ചു, കത്തിച്ചു വെച്ചു.
വേറെ റൂമില് അഗർബത്തീസ് വെറുതെ കൊണ്ടുവച്ചു, കത്തിച്ചില്ല. ടീച്ചർ എന്താ ലൈറ്റ് ചെയ്തില്ല, ടീച്ചർ അവിടെ പോയിട്ട് വെറുതെ വെച്ചു. ഇനി ഈ അഗർബത്തീസ് കത്തിച്ചു വെച്ച റൂമിൽ എന്ത് സംഭവിച്ചു? നമ്മൾ ഈ ഒരു കോർണറിലാണ് അഗർബത്തീസ് ഒരു കോർണറിലാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത്. റൂമിന്റെ ഒരു കോർണറിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ചു നേരം റൂം അടച്ചിട്ടിട്ട് ടീച്ചർ എന്ത് ചെയ്തു? കുറച്ചു നേരം റൂം അടച്ചിട്ടിട്ട് ടീച്ചർ പുറത്തേക്ക് പോയി. അപ്പോഴത്തെ റൂമിൽ എന്ത് ചെയ്തു? കത്തിക്കാത്ത ഒരു അഗർബത്തി കൊണ്ടുപോയി വെച്ചിട്ട് റൂം അടച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്തു? കുറച്ച് സമയത്തിന് ശേഷം ടീച്ചർ ഈ റൂം തുറന്ന് നോക്കുമ്പോ ടീച്ചർ ഫസ്റ്റ് റൂമിലേക്ക് വന്നു. കത്തിച്ച് വെച്ചിരിക്കുന്ന അഗർബത്തീസ് ഉള്ള റൂമിലേക്ക് വന്നപ്പോ ആ റൂം നിറച്ച് ആ അഗർബത്തീസിന്റെ സ്മെല്ലായിരുന്നു. അപ്പൊ ആ റൂം നിറച്ച് അഗർബത്തീസിന്റെ സ്മെല്ല് വന്നു അല്ലെ. ഇനി രണ്ടാമത്തെ റൂമിൽ നോക്കിയപ്പോ എന്താണ്? കുറച്ച് സ്മെല്ലോ, ഇത്രയും സ്മെല്ല് ഇല്ല അവിടെ, സ്മെല്ല് വളരെ കുറവാണ്. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ഒരു കോർണറിലാണ് നമ്മൾ ഈ അഗർബത്തീസ് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കോർണറിൽ അഗർബത്തീസ് കത്തിച്ചു വെച്ചിരിക്കുന്ന ആ അഗർബത്തീസ് ഈ റൂം നിറയെ എന്ത് കൊടുത്തു? സ്മെല്ല് കൊടുത്തു. എന്തുകൊണ്ടാണ് മക്കളെ ആ സ്മെല്ല് വന്നത്? എന്തുകൊണ്ടാണ് ആ സ്മെല്ല് അവിടെ ഉണ്ടായത്? ആ അഗർബത്തീസിൽ നിന്ന് വരുന്ന ആ ഗ്യാസില് നിറയെ സ്മെൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആ സ്മെൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആ പാർട്ടിക്കിൾസ് മുഴുവൻ എവിടെ കൊടുത്തു? ഈ റൂമിലെ എയറിന്റെ ഉള്ളിലുള്ള സ്പേസിൽ മുഴുവൻ കയറിയിരുന്നു. അങ്ങനെ ആ എയറിൽ മുഴുവൻ കയറിയിരുന്നു. ആ ചെറിയ പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. ഈ എയർ പാർട്ടിക്കിൾ കിടന്ന് മൂവ് ചെയ്യണം. എയർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. ഈ എയർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം ആര് മൂവ് ചെയ്തു? അഗർബത്തീസിനുള്ളിലുള്ള സ്മെൽ പാർട്ടിക്കിൾസും ഇവരുടെ ഇടയിൽ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യാണ്. കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തിട്ട് ആ റൂം നിറയെ എന്ത് ചെയ്തായി? ആ അഗർബത്തീസിന്റെ സ്മെല്ല് കിട്ടി. ഓക്കെ, അഗർബത്തീസിന്റെ സ്മെല്ല് കിട്ടി. ആ ഒരു മൂവിങ്ങിനെയാണ്, അതിന് ആ അവിടെ ഉണ്ടായ കണ്ടീഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. മക്കളെ ഡിഫ്യൂഷൻ. അപ്പോ ഡിഫ്യൂഷൻ എന്താണ് മക്കളെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്താ ഇവിടെ ഉണ്ടായേ? intermixing of particles of different type of matter thereon. അവർ സ്വയം എന്ത് സംഭവിക്കാണ്? അവർ സ്വയം ഇന്റർമിക്സ് ചെയ്യാണ് ഡിഫറെന്റ്, അതായത് എയർ പാർട്ടിക്കിൾസിന്റെ ഉള്ളില് അഗർബത്തീസിന്റെ സ്മെൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഇന്റർമിക്സ് ചെയ്തു, പരസ്പരം മിക്സ് ആയി. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ എന്തുകൊണ്ടാണ്? ആ കണ്ടിന്യൂസ്ലി ഉള്ള മൂവ്മെന്റ് കാരണം, ആ കണ്ടിന്യൂസ്ലി മൂവിങ് കാരണം കൊണ്ട്, ആ ബ്രൗണിയ മൂവ്മെന്റ് കാരണം. എന്ത് കാരണമാണ് മക്കളെ? ആ ബ്രൗണിയ മൂവ്മെന്റ് ആണ് ഇതിനുള്ള റീസൺ. ഡിഫ്യൂഷനുള്ള റീസൺ എന്താണ്? ഡിഫ്യൂഷനുള്ള റീസൺ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചെന്താണ്? ബ്രൗണിയൻ മോഷൻ ആണ്. ബ്രൗണിയ മോഷൻ കാരണം കൊണ്ട്, ആ പാർട്ടിക്കിൾസിന്റെ ബ്രൗണിയ മോഷൻ കാരണം കൊണ്ടാണ് എന്തുണ്ടായത്? ഈ റൂമിൽ നിറയെ അഗർബത്തീസിന്റെ സ്മെൽ ഉണ്ടായത്. ഈ ഒരു കണ്ടീഷൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ അഗർബത്തീസ് കത്തിച്ച് വെച്ചിട്ടുള്ള റൂമില് നല്ല സ്മെല്ലും, കത്തിക്കാതെ വെച്ച റൂമിൽ എന്ത് സംഭവിച്ചു? സ്മെല്ല് വളരെ കുറവുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, when temperature increases Brownian motion increases. ഇതാണ് മക്കളെ കണ്ടീഷൻ. അപ്പോ അവിടെ ടെമ്പറേച്ചർ ഇല്ല, കത്തിച്ചില്ല. നമ്മൾ അഗർബത്തീസ് കത്തിച്ചില്ല. അഗർബത്തീസ് കത്തിക്കാത്ത ടെമ്പറേച്ചർ ഉണ്ടായില്ല. ആ ടെമ്പറേച്ചർ ഉണ്ടാകാത്ത കാരണം കൊണ്ട് അവിടെ ബ്രൗണിയ മോഷൻ വളരെ കുറവായിരുന്നു. ഫ്രീ ആയിട്ടുള്ള സ്മെൽ പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരുന്നു അവിടെ സ്മെൽ എന്ന് പറയുന്ന ആ റൂമിൽ വളരെ കുറവായിരുന്നു. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞ് നമ്മൾ എന്തിനു വേണ്ടിയാണ് മക്കളെ? ദ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിംഗ് ആണ്. ദ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിംഗ് ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ്. ദ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിംഗ്. ഓക്കെ, അപ്പോ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ മക്കളെ അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാണ്, മാറ്ററിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാണ്. ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ പറഞ്ഞു ഏതൊരു മാറ്ററും ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഷേപ്പ് വരാനുള്ള കാരണം ഈ ഒരു അട്രാക്ഷൻ കാരണം കൊണ്ടാണ്. ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോ ഈ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് അട്രാക്ട് ഈച്ച് അതർ ആണ്. ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ പാർട്ടിക്കിൾസിന് എന്താണ് ആ ഒരു മാറ്ററിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നത്. ഈ ഒരു അട്രാക്ഷൻ ഫോഴ്സ്
എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് പറയുന്നത്. ടു ടൈപ്പ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് കോഹസീവ് ഫോഴ്സ്, മറ്റൊന്ന് അഡ്ഹസീവ് ഫോഴ്സ്. ഇതാണ് ആ രണ്ട് ടൈപ്പ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള രണ്ട് ടൈപ്പ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഒന്ന് കോഹസീവ് ഫോഴ്സ് ആൻഡ് അഡ്ഹസീവ് ഫോഴ്സ് ആണ്. അപ്പോ കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഫോഴ്സ് ഓഫ് attraction between the particle of same substance ന്റെ പാർട്ടിക്കിൾ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അഥവാ സെയിം സബ്സ്റ്റൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ്. സെയിം സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സെയിം. ഇനി എന്താണ് അപ്പൊ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? അഡ്ഹസീവ് ഫോഴ്സ് ആണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between particles of different substance. ഇവിടുത്തെ എന്താ കണ്ടീഷൻ മക്കളെ? ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് പാർട്ടിക്കിൾസ് സബ്സ്റ്റൻസിന് തന്നെ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ പറയുന്നത് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചറുടെ എക്സാമ്പിൾ പറയട്ടെ, ഇതിനൊരു കൺക്ലൂഷൻ പറയട്ടെ. ഇപ്പൊ എന്താ വെച്ചാല് ഒരു അയൺ നെയിൽ എടുക്കാം. അയൺ നെയിൽ എടുക്കാം. ഈ അയൺ നെയിൽ നിറച്ച് എന്താണ്? ഇവിടെ നിറച്ച് എന്താണ്? Fe നിറച്ച അയണിന്റെ Fe എന്ന് പറഞ്ഞാൽ എന്താണ്? അയണിന്റെ ആറ്റംസ് ആണ്. അപ്പൊ ഇവിടുത്തെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആണ്. ഈ അയണിന്റെ ആറ്റംസ് അടുപ്പിച്ചിരിക്കുന്നത്. അപ്പോ അവർ ആ ഒരു ഫോഴ്സ്, അവർ തമ്മിൽ എന്താ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇവരെ എന്ത് ചെയ്യണം? ഇതിനൊന്ന് പരത്തിയെടുക്കാൻ വരും. ഈ ലൈനൊന്ന് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഹാമർ എടുത്ത് നന്നായി അടിച്ച് എന്ത് ചെയ്യേണ്ടി വരും? അടിച്ച് പരത്തേണ്ടി വരും. അപ്പൊ നമ്മൾ വളരെ വലിയൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതിനൊന്ന് പരത്തിയെടുക്കണമെങ്കിൽ വളരെ വലിയൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് അവിടെ വലിയ ഫോഴ്സ് കൊടുക്കുന്നത്? കാരണം വെച്ചാല് സെയിം സബ്സ്റ്റൻസ് ഉള്ള പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇവരെങ്ങനെയാണ് മക്കളെ? ഇവനൊരു സ്ട്രോങ് ഫോഴ്സ് ആണ്. ഏത് കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫോഴ്സ് ആണ്. അതിനാണ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അയണിന്റെ ഒരു നെയിൽ എടുത്തത്. അയണിന്റെ നെയില് അയൺ ഒരേ പാർട്ടിക്കിൾസ് ആണ് അട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അടിച്ച് പരത്താനായിട്ട് നല്ലൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. കാരണം അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഇനി ഇവിടെ ടീച്ചർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചോക്ക് എടുക്കണം. ചോക്കിന്റെ ഒരു കഷ്ണം എടുക്കും. ചോക്കിന്റെ ഒരു പീസ് എടുത്തു. ഈ ചോക്കിന്റെ പീസ് എന്ന് പറയുന്നത് എന്താണുള്ളത്? CaCO3 ആണ്. കാൽഷ്യം കാർബണേറ്റ് ആണുള്ളത്. ധാരാളം കാൽഷ്യം കാർബണേറ്റ് ആണുള്ളത് അല്ലെ. അപ്പൊ ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ കാൽഷ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ. അപ്പൊ ഇവർ തമ്മിലാണ് കാൽഷ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ. കാൽഷ്യം കാർബൺ ഓക്സിജൻ. അപ്പൊ ഇവർ തമ്മിൽ എന്താ? ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾ ആണ് അല്ലെ. ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ പറയുന്നത് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ചോക്ക് പൗഡർ ചോക്കിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്താൽ ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രഷ് ആയി കിട്ടും അല്ലെ. പെട്ടെന്ന് തന്നെ അത് പൊടിയായി വരും. അപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പൊടിയായത്? അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയതുകൊണ്ട്. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് നമ്മുടെ ചോക്ക് എന്ന് വെറുതെ നമ്മളൊന്നും പൊടിച്ചു കഴിഞ്ഞിട്ട് അമർത്തി കഴിഞ്ഞാൽ അത് പൊടിയായിട്ട് വരും. കാരണം അവിടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെയാണ്. അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. അതുകൊണ്ട് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അഡ്ഹസീവ് ഫോഴ്സ് വീക്ക് ഫോഴ്സ് ആണ്. അപ്പോ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് പറയുന്നത്. പാർട്ടിക്കിൾ ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ ആണ്. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് കോഹസീവ് ഫോഴ്സ് മൂലമുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്, അഡ്ഹസീവ് ഫോഴ്സ് മൂലമുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. ഇതിലെ കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഓഫ് സെയിം സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇതിലെ കോഹസീവ് ഫോഴ്സ് എന്ന് വളരെ വളരെ സ്ട്രോങ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ഫോഴ്സും ആണ്. കിട്ടിയല്ലോ മക്കളെ? ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. മാറ്ററിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. കിട്ടിയല്ലോ? അപ്പൊ നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇപ്പൊ നോക്കാം മക്കളെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക.
The crystal of CuSO4 or KMnO4 dissolves more quickly in hot water than in cold water. Crystals of എന്താണ് KMnO4 ഉം CuSO4 ന്റെയും ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഹോട്ട് വാട്ടറിലാണ് കൂടുതൽ ഡിസോൾവ് ചെയ്യുക കോൾഡ് വാട്ടറിനേക്കാളും എന്ന് പറയുന്നതാണ്. അതിന്റെ റീസൺ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ടീച്ചർ കാണിച്ചു തരണം അത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോൾഡ് വാട്ടർ എടുത്തിട്ടുണ്ട് മക്കളെ. കോൾഡ് വാട്ടർ എടുത്തു. കോൾഡ് വാട്ടർ എടുത്തിട്ട് ടീച്ചർ കുറച്ച് അതിലേക്ക് എന്ത് ചെയ്തു, കുറച്ച് ഉപ്പിട്ട് വെച്ചു. കുറച്ച് ഉപ്പിട്ടു, കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ നോക്കൂ, സോൾട്ട് നോക്കൂ മക്കളെ, സോൾട്ട് അവിടെ കിടക്കുന്നുണ്ട് ക്രിസ്റ്റൽസ്. ഇനി അതുപോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്തു, ഹോട്ട് വാട്ടർ എടുത്തു. ഹോട്ട് വാട്ടർ ചൂടുവെള്ളമാണ് മക്കളെ. അപ്പോ ഈ ഹോട്ട് വാട്ടറിലും ടീച്ചർ അതുപോലെ എന്ത് ചെയ്താണ്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത്ര തന്നെ ഉപ്പിട്ട് കൊടുത്തു. ഇത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാനൊന്നിങ്ങനെ സ്റ്റിർ ചെയ്തു മക്കളെ. ജസ്റ്റ് ഞാനിങ്ങനെ സ്റ്റിർ ചെയ്തു. അതുപോലെ തന്നെ എന്താ, കോൾഡ് വാട്ടറിൽ ഞാൻ എന്ത് ചെയ്തു, സ്റ്റിർ ചെയ്തു. കോൾഡ് വാട്ടറിൽ ഞാൻ കുറച്ചുകൂടി സ്റ്റിർ ചെയ്തു. ഓക്കെ, രണ്ടും സ്റ്റിർ ചെയ്തു. ഒരേ അളവിലാണ് ടീച്ചർ എന്ത് ചെയ്തത്, സോൾട്ട് ഇട്ട് കൊടുത്തു. നോക്കി മക്കളെ, ഇതിൽ കണ്ടോ, ഇതിൽ ക്രിസ്റ്റൽ, ഇതാണ് കോൾഡ് വാട്ടറിലാണ് ടീച്ചർ സോൾട്ട് ഇട്ടത്. ഇത് ഹോട്ട് വാട്ടർ ആണ്, ഇത് ഹോട്ട് വാട്ടർ ആണ്. കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും ആണ് മക്കളെ. കോൾഡ് വാട്ടറിൽ നോക്കൂ, ക്രിസ്റ്റൽസ് അതുമാതിരി തന്നെ എന്താണ്, കുറച്ചും കൂടി ക്രിസ്റ്റൽസ് അവിടെ ഡിസോൾവ് ചെയ്യാനുണ്ട്. ഇവിടെ നോക്കൂ, അത്ര തന്നെ ഇല്ല. ഇവിടെ കുറച്ചും കൂടി എന്താണ് ഡിസൊല്യൂഷൻ ഡിസോൾവ് ചെയ്യാനായിട്ട് ധാരാളം സോൾട്ടിന്റെ ക്രിസ്റ്റൽസ് കിടക്കുന്നുണ്ട്. ഇവിടെ വളരെ കുറച്ച് ക്രിസ്റ്റൽസ് കിടക്കുന്നത്. അപ്പോ പെട്ടെന്ന് ഏതിലാണ് ഡിസോൾവ് ചെയ്തത്, ഹോട്ട് വാട്ടറിനാണ് സോൾട്ട് പെട്ടെന്ന് ഡിസോൾവ് ആയത്. ഹോട്ട് വാട്ടറിനാണ് സോൾട്ട് പെട്ടെന്ന് ഡിസോൾവ് ആയത്. ഹോട്ട് വാട്ടറിലാണ് സോൾട്ട് പെട്ടെന്ന് ഡിസോൾവ് ആയത്. അതുപോലെ കോൾഡ് വാട്ടറിലെ എന്താണ്, സോൾട്ട് ഇനിയും ഡിസോൾവ് ചെയ്യാനായിട്ട് ഇവിടെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്ന ടീച്ചറെ, നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് അതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോ വീഡിയോ എടുക്കുന്ന കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ട് കാണാൻ പറ്റാതെയുണ്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തിളച്ച വെള്ളം തീർക്കണ്ട, വളരെ കുറച്ച് ചൂട് മതി കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ടിലേക്ക് വരാണ്. അപ്പോ ഇത് സത്യമാണെന്ന് അറിയാം. എന്താണ്, ഹോട്ട് വാട്ടറിലേക്കാണ് ക്രിസ്റ്റൽസ് കോൾഡ് വാട്ടറിനേക്കാളും എന്തുണ്ടാവുക, ഡിസോൾവ് ചെയ്യും. അപ്പോൾ മക്കളെ, ടീച്ചർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ദ ക്രിസ്റ്റൽസ് ഓഫ് CuSO4 ഓർ KMnO4 dissolves more quickly in hot water than cold water എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 2 ബീക്കർ, കുറച്ച് ഹോട്ട് വാട്ടർ, ദെൻ കുറച്ച് കോൾഡ് വാട്ടർ, കുറച്ച് സം ക്രിസ്റ്റൽസ് ഓഫ് CuSO4. അപ്പോൾ ക്രിസ്റ്റൽസ് ഓഫ് CuSO4 എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഓഫ് KMnO4 എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ബൈ യൂസിങ് CuSO4 ആണ്. ക്രിസ്റ്റൽസ് ഓഫ് CuSO4 എടുത്തിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ 2 ബീക്കറിലെ വാട്ടറിലെയും ഹോട്ട് വാട്ടറിലും കോൾഡ് വാട്ടറിലും നമ്മൾ കുറേശ്ശെ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആഡ് ചെയ്യണം. അങ്ങനെ കുറേശ്ശെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം 2 ബീക്കറിലെ വെള്ളത്തിലും കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഇട്ടതിന് ശേഷം എന്ത് ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ എന്ത് ഒബ്സർവേഷൻസ് ആണ് 2 ബീക്കറിലും കാണുന്നതെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ബീക്കർ എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ എടുത്തതാണ്. അപ്പോൾ ഹോട്ട് വാട്ടർ എടുത്ത ബീക്കറിൽ CuSO4 ക്രിസ്റ്റൽസിന് എന്ത് സംഭവിക്കുന്നു, പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ അവനെ കാണാനില്ലല്ലോ, പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്തു. എന്നാൽ കോൾഡ് വാട്ടറിൽ നോക്കൂ, കോൾഡ് വാട്ടറിൽ എടുത്ത കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് അതുമാതിരി തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ പതുക്കെയാണ് അവിടെ ആ കോപ്പർ സൾഫേറ്റ് പാർട്ടിക്കിൾസിന് എന്ത് ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടറിൽ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഡിഫ്യൂഷൻ സംഭവിക്കുന്നു. ആൻഡ് കോൾഡ് വാട്ടറിൽ പതുക്കെയാണ്, വളരെ സ്ലോലിയാണ് ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസോൾവിങ് ഓഫ് CuSO4 ആൻഡ് KMnO4 more quickly than hot water than
കോൾഡ് വാട്ടർ എന്നുള്ളത് നമുക്ക് കിട്ടി. നമ്മൾ അതിനുള്ള എന്താണ് ഒരു റിസൾട്ടിലേക്ക് നമുക്ക് കിട്ടിയില്ലേ, അല്ലെങ്കിൽ അതിനുള്ള ഒരു തെളിവാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കിട്ടിയത്. ഇനി എന്തുകൊണ്ടാണ് വൈ CuSO4 or KMNO4 crystals dissolves more quickly in hot water than കോൾഡ് വാട്ടർ എന്നുള്ളത് എന്തുകൊണ്ടാണ്? വൈ എന്നുള്ള അതിൻ്റെ റീസണാണ് അടുത്ത ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എക്സ്പെരിമെൻ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതിനുള്ള റീസൺ എന്താണ്, അതിൻ്റെ റീസൺ എന്നുള്ളതാണ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റീസണിലേക്ക് കടന്നാലോ? റീസണിലേക്ക് പോവാം, ശ്രദ്ധിച്ചിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കുക, when temperature increases, ടെമ്പറേച്ചർ കൂടാണ് മക്കളെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് കൈനറ്റിക് എനർജി ഇൻക്രീസസ്. പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് increases. Kinetic energy of particles increases. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ്. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക, ആ സ്പേസിൽ പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് when temperature increases എന്താണ് solubility increases. അപ്പൊ ഇതിന് എന്ത് കിട്ടി, temperature increases, solubility increases. അതായത് പെട്ടെന്ന് ഡിസോൾവ് ഇൻക്രീസസ് എന്നാണ് ഇൻക്രീസസ് എന്നാണ് ശ്രദ്ധിക്കുക. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോളിബിലിറ്റി ഇൻക്രീസസ്. എന്തുകൊണ്ടാണ് സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്തത്? ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു. കാരണം എന്താ, ചൂടാക്കുമ്പോ അവർക്ക് എന്താ പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി കിട്ടി. അപ്പൊ കൈനറ്റിക് എനർജി കിട്ടിയപ്പോൾ എന്തുണ്ടായി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ decreases. Force of attraction decreases. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ ഇതാണ്. എന്താണ്, ക്രിസ്റ്റൽസ് വരുമ്പോ എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായി the force of attraction between the particle decreases. Therefore increase the solubility. ഇതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. കിട്ടിയില്ലോ മക്കളെ, ഇതാണ് റീസൺ. അപ്പൊ അതുകൊണ്ടാണ് കോൾഡ് വാട്ടറിനേക്കാൾ ഭംഗിയായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഹോട്ട് വാട്ടറിൽ എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ആവുന്നത്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ഇതാണ് കണ്ടീഷൻ. അപ്പൊ കൈനറ്റിക് എനർജി, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രൗണിയ മൂവ്മെന്റ് എന്തുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രൗണിയ മൂവ്മെന്റും ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞതാണ്. അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇതിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കിട്ടില്ല. അപ്പൊ അത് നോട്ടായിട്ട് എഴുതി വെച്ചോളൂ, മനസ്സിലായ രീതിയിൽ എഴുതി വെച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് വേഗം നോട്ട് ചെയ്തോളൂ. അപ്പൊ നോക്കുക മക്കളെ, മാറ്ററിന്റെ കാര്യത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കറക്റ്റ് എക്സാമ്പിൾസ് ഓഫ് മാറ്റർ? തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എക്സാമ്പിൾസ് ഓഫ് മാറ്റർ വരുന്നത് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഗ്ലാസ് ബോട്ടിൽ, വാട്ടർ ആൻഡ് നോയ്സ്. അപ്പൊ നോക്കാം, നമുക്കറിയാം മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്. മാറ്റർ എന്ന് പറയുന്നത് എനിത്തിങ് വിച്ച് ഓക്യുപൈസ് സ്പേസ്, സ്പേസിൽ ഓക്യുപൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡെപ്പോസസ് മാസ് ഉള്ളതുമായ ആളുകളെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. ഗ്ലാസ് ബോട്ടിൽ ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണമല്ലോ, വാട്ടർ ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണമല്ലോ, ബട്ട് നോയ്സിന് ഓക്യുപൈ ചെയ്യാൻ വേണോ? നോയ്സിന് ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണോ? അതുപോലെ മാസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവൻ എന്താണ്, ഇവൻ ഇസ് നോട്ട് എ മാറ്റർ. ഇവൻ മാറ്റർ അല്ല. സോ ഈ ഓപ്ഷൻ എന്താണ്, എക്സാമ്പിൾസ് ഓഫ് മാറ്റർ അല്ല. കംപ്ലീറ്റ്ലി ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ മാറ്റർ. ഇനി നോക്കാം, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, എയറിന് ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണ്ടേ? ഇപ്പൊ ബലൂണിലെ കാറ്റ് നിറയ്ക്കണം. അപ്പൊ ബലൂണിന്റെ ഉള്ളിൽ കാറ്റ് നിറയുന്നില്ലേ, എയർ നിറയുന്നില്ലേ? അപ്പൊ അവന് ഇരിക്കാൻ സ്ഥലം വേണ്ടേ, ഓക്യുപൈ ചെയ്യാൻ സ്ഥലം വേണ്ടേ? വേണം. അപ്പൊ എയറിനെ ഓക്യുപൈ ചെയ്യാൻ സ്ഥലം വേണം. Then വുഡിനെ ഓക്യുപൈ ചെയ്യാൻ സ്ഥലം വേണം. മാസ് ഉണ്ട്. ആൻഡ് വാക്വം എന്ന് വെച്ചാൽ എന്താ, ശൂന്യമാണ്. ശൂന്യത്തിന് ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണോ? ശൂന്യത്തിൽ എന്തെങ്കിലും ഉണ്ടാവോ, മാസ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇവൻ മാറ്ററിന്റെ എക്സാമ്പിൾ അല്ല. അതുകൊണ്ട് ഈ ഓപ്ഷനും എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് മാറ്ററിന് ഒരു എക്സാമ്പിൾ അല്ല. ദെൻ അടുത്തത് സിൽവർ ഫോയിൽ എന്താണ്, മാസ് ഉണ്ട്, ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണം. ഹോട്ട് എയർ ആണ്, എയറിനെ ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണം, മാസ് ഉണ്ട്. ചോക്കിന് എന്ത് ചെയ്യാൻ, ഓക്യുപൈ ചെയ്യാൻ സ്പേസ് വേണം, മാസും ഉണ്ട്. അപ്പൊ എന്താ, ഇവനും മാറ്റർ ആണ്, ഇവനും
ഉണ്ടോ? ലൈറ്റിലെടുത്ത് പൊക്കി കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടോ? നമുക്ക് അതിലിരിക്കാൻ സ്ഥലം വേണോ? വേണ്ട. അതോ എന്താണ്? ലൈറ്റ് ഇസ് നോട്ട് എ മാറ്റർ. ലൈറ്റ് ഇസ് നോട്ട് എ മാറ്റർ. അപ്പൊ ഇവനെന്താണ്? ഇവനും കംപ്ലീറ്റ് ആയിട്ട് എന്തല്ല, ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇവനൊരു എക്സാമ്പിൾ ഓഫ് എന്തല്ല, മാറ്റർ അല്ല. അപ്പൊ ഏതാണ് എക്സാമ്പിൾ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്? കംപ്ലീറ്റ് ആയിട്ട് തേർഡ് ഓപ്ഷൻ ആണ് മക്കളെ. അപ്പോ നോയ്സ്, ലൈറ്റ്, ഇവർക്കൊന്നും എന്താണ്, അവരൊന്നും മാറ്റർ അല്ല. അതുപോലെ നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ മക്കളെ, നമ്മുടെ ഇമോഷൻ ഹാപ്പി, സാഡ്, ഹാങ്ക്രി, ഹംഗ്രി, അതൊക്കെ എന്താണ്, അതൊന്നും എന്തല്ല, ഒരു മാറ്റർ അല്ല. കാരണം അവരൊന്നും വെയിറ്റോ അല്ലെങ്കിൽ ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസോ ആവശ്യമില്ല. അപ്പോ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളതും അതുപോലെ തന്നെ മാസ് ഉള്ളതും ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് physical state of matter. The particles of matter are continuously moving. Then the particles are atoms or matter, atoms or molecules. The particles are atoms or molecules. So the particles have a force of attraction between them. ആ പാർട്ടിക്കിൾസ് എന്താണ്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. The particles have space between them. ആ പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിച്ചത്. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മക്കളെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ മക്കളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുക. ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി വെക്കുക. നോട്ട് എഴുതിയിട്ട് ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഫോട്ടോസ് അയച്ചു തരാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറയുന്നത്. ഇനി ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പറയുക. ആദ്യത്തെ ക്ലാസ് ആണല്ലോ, നിങ്ങൾക്കും ഫസ്റ്റ് ടൈം ആണ് ഈ വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ടീച്ചറുകൾ അറിയിക്കുക, ഗ്രൂപ്പിൽ പറയുക. നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.